ശ്രീ പദ്ധതിയിൽ CPI വിട്ടുവീഴ്ചയ്ക്ക് മന്ത്രിതല ഉപസമിതിയിലൂടെ ഒത്തുതീർപ്പിന് വഴങ്ങിയേക്കും. CPI മന്ത്രിമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും തുടർ നടപടികൾ. CPI ബഹിഷ്കരണം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മാത്രമായിരിക്കും. 4-ന് ചേരുന്ന CPI സംസ്ഥാന കൌൺസിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും. അതിനു മുൻപ് LDF യോഗം ചേരാനും സാധ്യതയുണ്ട്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും നിലപാടിൽ നിന്ന് CPIക്ക് മാറ്റമില്ലായിരുന്നു. പക്ഷേ മറ്റൊരു രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ആ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടത് നയം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും CPIക്ക് ഉപസമിതി എന്നൊരു ഓപ്ഷനിലേക്ക് കടക്കാനാകുക? ധന്യ, മുന്നണി മര്യാദകൾ പാലിക്കാതെ തങ്ങളെ ഇരുട്ടിൽ നിർത്തി തങ്ങളെ അറിയിക്കാതെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടതിൽ അതിശക്തമായ അമർഷം പ്രതിഷേധമൊക്കെ CPIക്കുണ്ട്. ആ അമർഷവും പ്രതിഷേധവും ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് CPIയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ. പക്ഷേ ആ അമർഷത്തിന്റെ ഭാഗം അതിന്റെ ആ അമർഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനീക്കാനുള്ള തീരുമാനം. ആ തീരുമാനം ഇന്നലെ CPIയുടെ 4 മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്തായി നൽകുകയും ചെയ്തു. പക്ഷേ നാളത്തെ ഒരൊറ്റ മന്ത്രിസഭാ യോഗത്തിൽ മാത്രമാണ് ഇപ്പോൾ വിട്ടുനിൽക്കാൻ CPI മന്ത്രിമാർ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു ആലോചന CPIയുടെ മുന്നിൽ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പൊതുവിടത്തിൽ ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായും അതങ്ങനെ തന്നെ നിലനിൽക്കേണ്ടത് CPIയുടെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രതിഷേധം പരസ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് CPI എത്തുന്നത്. അതാണ് നാളത്തെ മന്ത്രിസഭാ ബഹിഷ്കരണത്തിലൂടെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഇന്നലെ ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും CPI തള്ളിക്കളയുന്നില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതാണ് ഈ മന്ത്രിസഭാ ഉപസമിതി എന്നൊരു തീരുമാനമല്ല, അത്തരമൊരു നിർദ്ദേശം. അങ്ങനെ ഒരു നിർദ്ദേശം ഇന്നലെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശം തത്വത്തിൽ CPI അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. അത് PMശ്രീയുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ തുടർ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കുക. അത് CPI മന്ത്രിമാർ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഉപസമിതിക്കായിരിക്കും അതിന്റെ നിയന്ത്രണം. അതിൽ പല കാര്യങ്ങൾ അതിൽ ആ ഉപസമിതിക്ക് തീരുമാനിക്കാം. അത് ഇനിയിപ്പോൾ PMശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ആ തീരുമാനം എടുക്കാനുള്ള അധികാരം മന്ത്രിസഭാ ഉപസമിതിക്കായിരിക്കും. മാത്രമല്ല, ഇനി അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമ നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തുടർ നടപടികളൊക്കെ അതൊക്കെ നിയന്ത്രിക്കുന്നതും അതൊക്കെ അതിൽ നിർദ്ദേശം നൽകുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ ഈ മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും. ആ നിർദ്ദേശം ഏതാണ്ട് തത്വത്തിൽ CPI അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് 4-ാം തീയതി നടക്കുന്ന സംസ്ഥാന സമിതി യോഗമുണ്ട്. ആ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് CPI പ്രഖ്യാപിക്കുക എന്നാണ് വിവരം. എന്തായാലും സംസ്ഥാന സമിതിയിൽ ഈ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രധാനമായും മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ മുഖ്യമന്ത്രി നീക്കത്തിലേക്ക് CPI കടക്കുകയാണെങ്കിൽ തന്നെ CPM ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രങ്ങളിലെ ലേഖനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ലേഖനങ്ങളിൽ പറയുന്നത് പോലെ, ഇല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളിൽ എല്ലാം ഉള്ളതുപോലെയുള്ള ആ ഒരു അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണമെങ്കിലും നിർത്തേണ്ടതല്ലേ? അതെന്തുകൊണ്ടുണ്ടാകുന്നില്ല? അത്തരത്തിലൊരു ഇടപെടൽ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിട്ട് പോലും വീണ്ടും അതിനെ ന്യായീകരിക്കുന്ന രീതി തുടരുന്നത് അത് മുന്നണിക്കുള്ളിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കില്ലേ? സമവായത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ CPMന്റെയും തീരുമാനം എന്നാണ് വിവരം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അതായത് 4-ാം തീയതി CPIയുടെ സംസ്ഥാന സമിതി ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമാണ് അന്തിമ തീരുമാനം. 5-ാം തീയതി വീണ്ടും മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ 4-ാം തീയതിയിലെ യോഗത്തിലായിരിക്കും തീരുമാനമാവുക. അതിനു മുമ്പ് LDF യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ LDF യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും. ഒരു ധാരണയുണ്ടാവും. ഒരുപക്ഷെ ആ LDF യോഗത്തിലായിരിക്കും മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുന്ന അതിനെ രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമാവുക LDF യോഗത്തിലായിരിക്കും. എന്തായാലും 4-ന് CPIയുടെ സംസ്ഥാന സമിതി, 5-ന് മന്ത്രിസഭയുണ്ട്. ഒപ്പം CPIയുടെ എല്ലാ ജില്ലാ കൗൺസിലുകളും 5-ാം തീയതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ ജില്ലാതലത്തിലേക്ക്, താഴെത്തട്ടിലേക്ക് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 5-ാം തീയതി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്.
എന്തായാലും അതിന് പിന്നാലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ പിന്നീട് കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്കായിരിക്കും പോവുക. തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണി എന്ന നിലയ്ക്ക് CPM-ഉം CPI-യും ഒക്കെ സജീവമായി രംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ടാകും. അതോടുകൂടി വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കെട്ടടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPM-ഉം ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ഇന്നലെ ഇപ്പം മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും CPI അതിൽ വഴങ്ങാത്തതിൽ CPM-നകത്തും വലിയ അതൃപ്തി പുകയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് ഏത് രീതിയിൽ ബാധിക്കും വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമ്പോൾ? പിന്നീട് അങ്ങനെയല്ല, അതായത് CPIക്ക് സ്വാഭാവികമായും ഈ വിഷയത്തിൽ എതിർപ്പുണ്ട്. അത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയെന്നത് മാത്രമല്ല അവരുടെ ഒരു പ്രശ്നം. ഒരു മന്ത്രിസഭയിൽ അവരെ അറിയിക്കാതെ ആ ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി, ആ കക്ഷി അറിയാതെ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പിട്ട് വെക്കുന്നു. അത് 2 or 3 തവണ മന്ത്രിസഭാ യോഗത്തിൽ CPI ഈ വിഷയം ഉന്നയിച്ചിട്ടും അതൊന്നും ഗൗരവത്തിലെടുക്കാതെ, അതൊരു ചർച്ച പോലും ചെയ്യാതെ പത്രത്തിലൂടെ മാത്രം തങ്ങളിങ്ങനെ ഒരു നയത്തിൽ ഒപ്പിട്ടു എന്ന വിവരം വായിച്ചറിയേണ്ട ഒരു ഗതികേട് ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അവരൊരു അസ്തിത്വത്തെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് അവിടെ നിന്നുണ്ടായത്. അതിലവർക്ക് പ്രതിഷേധിക്കണം, അതിനവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അനുനയ നീക്കങ്ങളുമായി സഹകരിക്കാമെന്ന് തന്നെയാണ് CPIക്കുള്ളിലുള്ള ഒരു പൊതുവികാരം. അമർഷമുണ്ട്. പക്ഷെ അതിനൊപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങേണ്ടതില്ല. അത് തങ്ങളായി അതൊരു മുന്നണിക്ക് അകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു പൊതു ചർച്ചയും CPIക്കുള്ളിലുണ്ട്. എന്തായാലും പ്രതിഷേധമായി തന്നെ നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് തുടർ ചർച്ചകളിലേക്കും തുടർ സമവായങ്ങളിലേക്കും വഴങ്ങിക്കൊടുക്കുക എന്നൊരു നിലപാടാണ് CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒരു ഫണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു, അതുപോലും അക്സെപ്റ്റ് ചെയ്യുന്നതിലേക്കാണോ CPI എത്തുന്നത്? ആ ഫണ്ട് വരുന്ന കാര്യത്തിലൊന്നും ഒരു ഫൈനൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ അതിന്റെ പിന്നാലെ തന്നെ ഏതാണ്ട് 180 കോടിയോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കും എന്നായിരുന്നു വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, അന്നത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ അവകാശപ്പെട്ടിരുന്നത്. അത് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും ധനമന്ത്രി വി ബാലഗോപാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴൊന്നും പക്ഷേ ഇത് സംബന്ധിച്ച ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അറിയിച്ചിട്ടില്ല. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ വേണ്ടത് ഈ സ്വാഭാവികമായി ഇവിടെ നടക്കുന്ന ചർച്ചകളും ഈ വിവാദങ്ങളുമൊക്കെ കേന്ദ്ര സർക്കാരും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ മന്ത്രിസഭാ ഉപസമിതി വരട്ടെ, മന്ത്രിസഭാ ഉപസമിതിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്തായാലും PM ശ്രീയിൽ ഒപ്പിട്ടു. അതിനുശേഷമുള്ളത് തുടർ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിനെ എങ്ങനെ പിന്മാറാം, അല്ലെങ്കിൽ പിന്മാറാൻ കഴിയുന്നില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകണോ, അതല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാതെ ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ മെമ്മോറാണ്ടത്തിൽ തന്നെ അങ്ങനെ അതിൽ ഒപ്പിടുമ്പോൾ തന്നെ നമ്മൾ ആ കരാർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ്, അതായത് തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇനി ഒരുപക്ഷെ ഈ മന്ത്രിസഭാ ഉപസമിതിയായിരിക്കും. അതിൽ CPIക്കും കൂടി മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതോടുകൂടി CPIയുടെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നാണ് ഒരു പൊതുവായ പ്രതീക്ഷ.